ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കോഡിലൂടെ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓപ്ഷൻ എ പഞ്ചാബാണ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. നമുക്കറിയാം അല്ലേ? അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അവയാണ് 3 തരത്തിലുള്ളത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. തെറ്റായത് എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റാണ്. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അരുണ രക്താണുക്കൾ അഥവാ ചുവന്ന രക്താണുക്കളാണ് എറിത്രോസൈറ്റ്സ്. നമ്മളിപ്പോൾ ഒരാളെ എറിയുമ്പോൾ അല്ലേ, അങ്ങനെ അവിടെ പൊട്ടിയിട്ടൊക്കെ ചോര വരുമല്ലോ, അപ്പോൾ ചുവന്ന ചോര അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അതും തെറ്റാണ് അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അത് തെറ്റാണ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ക്രിക്കറ്റ്. ഓപ്ഷൻ എ ക്രിക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് മണിപ്പൂർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 2019 ജൂലൈ 22-നാണ് വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അതിൻ്റെ നമുക്ക് കുറച്ച് നോക്കാം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു. അത് പരാജയപ്പെട്ട ഒരു ദൗത്യമാണ്. പിന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ശ്രീഹരിക്കോട്ടയിൽ ഇത് വിക്ഷേപിച്ചത്. പിന്നെ 3 പാർട്സാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഒരു ഓർബിറ്റർ, പിന്നെ വിക്രം ലാൻഡർ, പിന്നെ റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു ഇല്ലേ? വിക്രം ലാൻഡറും പ്രഗ്യാൻ എന്ന റോവറും ഒരു ഓർബിറ്ററും. അത് അങ്ങനെ 3 പാർട്സാണ് ഇതിനകത്തുണ്ടായിരുന്നത്. വിക്രം ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ചെന്നൈ സ്വദേശിയായ ഷൺമുഖ സുബ്രഹ്മണ്യനാണ്. തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഷൺമുഖ സുബ്രഹ്മണ്യനാണ് വിക്രം ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന് പേര് കൊടുത്തിരിക്കുന്നത് തിരങ്ക എന്നാണ്. തിരങ്ക. ഇനി ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV M3 മാർക്ക് 3. GSLV M3 അതായത് ബാഹുബലി എന്നും അറിയപ്പെടും ഈ GSLV M3യെ. അപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവനാണ്. അദ്ദേഹം 9ാമത്തെ ചെയർമാനാണ്. കെ ശിവൻ 9ാമത്തെ ചെയർമാൻ. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശിവനാണ്. ഓക്കെ. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. പിന്നെ അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ നിന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി ആണ് KV റാബിയ. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ഓപ്ഷൻ സി പട്ടം താണുപിള്ള. 1ാമത്തേത് EMS നമ്പൂതിരിപ്പാട്, 2ാമത്തെയാണ് പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഓപ്ഷൻ ഡി ആണ് മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഓപ്ഷൻ എ 8 ഡിഗ്രി 4 നോർത്തും 37 ഡിഗ്രി 6 നോർത്ത്.
ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ദ്രാസ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി ആണ് ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ സി നേപ്പാൾ. ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി അലഹബാദ് ഹാൽഡിയ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കർണാടക. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ജാരിയ. വലുതാണ് ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഓപ്ഷൻ സി ഡിഗ്ബോയ്. ഈ കുഴിക്കുക എന്നുള്ളതിന് ഡിഗ് അങ്ങനെ പറയാം, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ആദ്യമായി ഖനനം ചെയ്ത് ഡിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി റോഹ മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായത്. 1, 3, 4 ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. മൗലികാവകാശം ഭാഗം 3 ന്യായവാദാർഹമാണ്. ഇല്ല, നമുക്ക് കോടതി വഴി അത് ന്യായീകരിച്ചെടുക്കാവുന്നതാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി, അതും ശരിയാണ്. സ്വത്തവകാശം ഇപ്പം നിയമാവകാശമാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് അല്ല. മൗലിക കടമകളാണ് റഷ്യയിൽ നിന്നെടുത്തത്. ഇല്ല, മൗലിക അവകാശം നമ്മൾ അവകാശം കോഡ് പഠിച്ചതാണ്. ഇല്ല, അവകാശം അമേരിക്ക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പം 1, 3, 4 ശരി. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഓപ്ഷൻ ഡി ആണ് 3, 4 ഉൾപ്പെടാത്തവ. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവയാണ്. അപ്പോൾ ഉൾപ്പെടുന്നവ നോക്കാം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. അതാണ് മൗലിക കടമകളിൽ വരുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമായ വന്ദേമാതരം മറാത്തി ഭാഷയല്ല, ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, ദേശീയ ഗാനവും ദേശീയ ഗീതവും ബംഗാളി ഭാഷയിലാണ്. ശങ്കരാഭരണം രാത്രിയിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതും തെറ്റാണ്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം. അതല്ല, ആനന്ദമഠമാണ്. ഓക്കെ, ആ നോവലിൽ നിന്ന് എടുത്തതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 1 മാത്രം ശരിയല്ലാത്തവ. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുക. അത് ശരിയല്ല. ബാക്കി 2 ശരിയാണ്. ശരിയായവ നോക്കാം. ഭരണഘടനയുടെ വകുപ്പ് 21 എയിൽ ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായി സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ബന്ധപ്പെട്ട പ്രസ്താവനകൾ പറയുക. ഓപ്ഷൻ ബി ആണ് 1, 3 അതാണ് ബന്ധപ്പെട്ട പ്രസ്താവന. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് രണ്ടും അവയുമായി ബന്ധപ്പെട്ടവയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അത് തെറ്റാണ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായത്. ഓപ്ഷൻ എ 1, 2, 4. തിരശ്ചീനമായ മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം, അങ്ങനെയാണ് അത് പറയുന്നത്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600, 2400 ആണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി. അത് 3 ആണ്.
ബന്ധപ്പെട്ട, അതായത് ശരിയായ പ്രസ്താവന. പിന്നെ 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അത് തെറ്റാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ ഏത്? ശരി അല്ലാത്തവയാണ് ഓപ്ഷൻ ഡി. 3ഉം 4ഉം ശരിയല്ല. ഏതാ? 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. തെറ്റാണ്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള ANC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കുക. അതും തെറ്റാണ്. ശരിയായത് നോക്കാം. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. അത് ശരിയാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. അതും ശരിയാണ്. കേരള വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ എ സുഷമ സിംഗ്, ദീപക് സന്ധു. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. അതെല്ലാം ശരിയാണ്. MKSS എന്ന് വെച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 30ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മുദ്രയായ അശോകസ്തംഭത്തെ അംഗീകരിച്ചത്? ഓപ്ഷൻ ബി 1950 ജനുവരി 26. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ഛാ രചിച്ചത്? ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്ഥാനത്തിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ബന്ധമില്ലാത്ത ജോഡിയാണ് ഓപ്ഷൻ ബി. 1ഉം 4ഉം ബന്ധമില്ലാത്തതാണ്. 1ഉം 4ഉം ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. തെറ്റാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുക. അതും തെറ്റാണ്. ശരിയായത് നോക്കാം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. അത് ശരിയാണ്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. ഇത് രണ്ടുമാണ് അതിൽ ശരിയായത്. 29 കോൺഗ്രസ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടത്. ആയിരത്തി 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം? ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. 1928. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലം അനുവദിച്ച നിയമമാണ്? ഓപ്ഷൻ എ മിൻറ്റോ മോർലി പരിഷ്കാരം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം? 1948 ജനുവരി 30. ഓപ്ഷൻ ബി. അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ചത്? ശ്രീനാരായണ ഗുരു. ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത്? ഓപ്ഷൻ ഡി പയ്യന്നൂരാണ്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ ബുക്കാണ്. ബി ആണ് കേട്ടോ. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്ത ജോഡിയാണ് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മലബാർ കലാപവുമായി ബന്ധമില്ല. 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അത് ജാലിയൻ വാലാബാഗ് സംഭവമാണ്. പക്ഷേ അത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടില്ല. വാഗൺ ട്രാജഡിയും പിന്നെ പാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ, അത് രണ്ടുമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത്. കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ഓപ്ഷൻ എ ആണ്, ഇല്ല അയ്യങ്കാളി. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. താഴെ പറയുന്നതിൽ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശനം, പാലിയം സത്യാഗ്രഹം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പുന്നപ്ര വയലാർ സമരം 1946. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ എ.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. വമ്പൻ, വേമ്പൻ, അങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലേ. വലിയ കായൽ വമ്പൻ, വേമ്പൻ, വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായലാണ്. ഇത് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. 2, 3 അത് കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. അപ്പോൾ അത് നോക്കിയാൽ ബാക്കി ഭാരതപ്പുഴയും പെരിയാറൊന്നും കിഴക്കോട്ടല്ല. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി ആണ് 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആണ് ഓപ്ഷൻ എ പേരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. ഓപ്ഷൻ സി യവനപ്രിയ കുരുമുളകാണ് അല്ലെ. 58 ബി ആണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളം അച്ചടിക്കപ്പെട്ട ആദ്യം അത് ചോദിച്ചാൽ നമ്മുടെ ഏതാണ്? ഹോർത്തൂസ് മലബാർക്കസ് ആണ്. പക്ഷേ പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ടതാണ് സംക്ഷേപ വേദാർത്ഥം. തിരിഞ്ഞു പോകരുത്. PR ശ്രീജേഷ് ഏത് കായികം നമുക്കറിയാം അല്ലേ. ഹോക്കിയാണ്. വാരിയലിലെ ആകെ എല്ല് അപ്പോൾ 4 വരും അല്ലേ. 24, 22, 24, 26 ഈ 3 സംഖ്യ ആയിരിക്കും നമുക്ക് തെറ്റുന്നത്. അതിനാണ് എല്ല് 4 അങ്ങനെ നോക്കാൻ നേരത്തെ കോഡ് പറഞ്ഞിട്ടുണ്ട്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി റെനെ ലെനക്കാണ്. ഓപ്ഷൻ എ 62A റെനെ ലെനക്ക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആശ്വാസകിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? സ്കർവിയാണല്ലേ. സി സ്കർവി. താഴെ കൊടുത്തതിൽ ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറ. ഓപ്ഷൻ ഡി കോളറ. ആഗോളതാപനത്തിന് കാരണമല്ലാത്തൊരു വാതകം നൈട്രജൻ. ഓപ്ഷൻ എ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളിയുടെ സംക്രമണമാണ്? വെണ്ട. 67C ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട്. കോഴിക്കറി നല്ല സ്പൈസി ആയിട്ട് ചെയ്യണം. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. പ്രഖ്യാപിച്ചാണ് ഇന്ദിരാഗാന്ധി, ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഒക്കെ ഇരുമ്പിൻ്റെയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം ശരിയാണ്. ബിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്. പിന്നെ ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്. അത് തെറ്റാണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് പറയണം. ശരിയല്ലാത്തത് 74B ആണ്. 2ഉം 4ഉം ശരിയല്ല. ആധുനിക ആവർത്തന പട്ടിക ഉപജ്ഞാതാവ് മെൻഡലീവാണ്. അത് ശരിയല്ല, മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടിക മൂലകങ്ങൾ അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയിലെ തുക എത്ര? ഓപ്ഷൻ സി ആണ് -3. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. ഓപ്ഷൻ സി. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തെ പ്രവഹിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ വികിരണം. താഴെ കൊടുത്തിരുന്ന ചലനങ്ങൾ ദോലന ചലനം അല്ലാത്തത്
സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്, അതാണ് ധോണി. 80 പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ്. 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. മാത്സിൻ്റെ ഉത്തരം പറയാം. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1.2. 82 ഓപ്ഷൻ ഡി 41. 83 ഓപ്ഷൻ സി 21/32. 84 ഓപ്ഷൻ ഡി 56. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ബി 1.260. 87 ഓപ്ഷൻ ബി 28. 88 ഓപ്ഷൻ ഡി 8/9. 89 ഓപ്ഷൻ എ. 90 ഓപ്ഷൻ ഡി 18. 91 ഓപ്ഷൻ ഡി 125. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ഡി 51. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ബി 66. 97 ഓപ്ഷൻ ഡി തെക്ക് കിഴക്ക്. 98 ഓപ്ഷൻ ബി 4, 5, 2, 3, 1 ആ ഓർഡറിൽ വരണം. 99 ഓപ്ഷൻ എ. 100 ഓപ്ഷൻ എ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.